ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ധോളാവീര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗുലാംഗിരി ഗ്രന്ഥം രചിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനവും ചെയ്തു. അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഓപ്ഷൻ സി 1, 2. പാഞ്ചാലി ശബ്ദം എഴുതിയതാരാണ്? ആൻസർ ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി തെലുങ്കാന. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. ശരിയായ പ്രസ്താവനയാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രാജ്മഹൽ കുന്നുകളിൽ നടന്നത് സാന്താൾ കലാപമാണ്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. വില്യം ലോഗൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1ഉം 4ഉം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. ഇനി 2024 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ആൻസർ ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻകോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി? ആൻസർ ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. കാരിച്ചാൽ ചുണ്ടന്റെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് വിജയിച്ചത്.